വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ചെറിയ ദിക്ർ 21 തവണ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ 7 വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങളുള്ളവരുണ്ട്, മാനസികമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. 7 വമ്പൻ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ചെറിയ ദിക്ർ, ഒരു ചെറിയ ഇസ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്റാണ്. നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ഇസ്മ 21 തവണയാണ് നാം ചൊല്ലേണ്ടത്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആ ദിക്ർ നാം ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ആ ദിക്റിന്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ആ ദിക്ർ പിന്നെ ഒഴിവാക്കുകയില്ല. അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള പ്രതിഫലമുള്ള ഇസ്മാണത്. ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അല്ലാഹു തആല അവന്റെ റിസ്ഖിൽ വിശാലത നൽകും. അല്ലാഹു തആല അവന്റെ റിസ്ഖിൽ വിശാലത നൽകും. റിസ്ഖ് എന്നുള്ളതിലേക്ക് ഭാഷാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം എന്നർത്ഥം പറയാം. എന്നാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞത് കാണാം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വാഹനം, നമ്മുടെ ബിസിനസ്സുകൾ, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഈ റിസ്ഖിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതിലെല്ലാം അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് നൽകുമെന്നാണ്. നമ്മുടെ ബിസിനസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും, ജോലിയിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും. ജോലിയിൽ ബറക്കത്ത് നൽകുക എന്ന് പറയുമ്പോൾ കൂടുതൽ ജോലി നമുക്ക് കിട്ടുമെന്നല്ല, കിട്ടിയ ജോലി എളുപ്പമായി തീരും, അതിൽ ധാരാളം സമ്പത്തും നമുക്ക് ലഭിക്കും. നമ്മുടെ കച്ചവടത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. ഈ ഇസ്മിനെ 21 തവണ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ, അപ്പോൾ അതുപോലെ നമ്മുടെ മക്കളിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും, ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല നമുക്ക് ഒരു വിശാലത അല്ലാഹു തആല നമുക്ക് നൽകും. എല്ലാത്തിലും അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് നൽകും. രണ്ടാമത്തത് ഫതഹല്ലാഹു ലഹു ബാബൻ ഫിൽ ഐന. അല്ലാഹു തആല അവനിക്ക് ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. മാഷാ അല്ലാഹ്. ഈ ദിക്റിനെ നാം പതിവാക്കിയാൽ, ഈ ഇസ്മിനെ നാം പതിവാക്കുകയാണെങ്കിൽ ഐശ്വര്യത്തിന്റെ വാതിൽ അല്ലാഹു തആല തുറന്നു തരും. നമ്മെ അല്ലാഹു തആല സമ്പന്നനാക്കും. നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് നാം പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മെ സമ്പന്നനാക്കും അല്ലാഹു തആല. ഒരു സ്ഥലത്തും നമ്മെ പ്രയാസപ്പെടുത്തുകയില്ല. സാമ്പത്തികമായിരിക്കുന്ന ഒരു പ്രയാസം നമുക്കുണ്ടാവുകയില്ല. നാം പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മാണ്, അള്ളാഹുവിന്റെ നാമമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ കൈവടിയുകയില്ല. മൂന്നാമത്തത് സാദല്ലാഹു ബസ്തതൻ ഫിൽ ഇൽമ്. അവന്റെ ഇൽമിൽ, അറിവിൽ അല്ലാഹു തആല വിശാലത നൽകും. ഈ ദിക്റിനെ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നാം ചൊല്ലിപ്പിച്ചാൽ മക്കളുടെ പഠനത്തിൽ അല്ലാഹു തആല പുരോഗതി നൽകും. അവർക്ക് നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും നൽകും. മക്കൾക്ക് മക്കളുടെ പഠനം ഉദ്ദേശിച്ചുകൊണ്ട് മക്കളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വികസിക്കണം, നല്ല അറിവ് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയപ്പെട്ട മാതാപിതാക്കൾക്കും മക്കൾക്ക് വേണ്ടി ചൊല്ലാം, അവരെ കരുതിക്കൊണ്ട് ചൊല്ലാം. ഈ ദിക്ർ ഏത് സമയത്തും ചൊല്ലാം. നമുക്ക് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം, ശുദ്ധിയുള്ള സമയത്തും ചൊല്ലാം. അപ്പോൾ ഏത് സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മിനെയാണ് നാം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരും. എല്ലാ നിലക്കുമുള്ള അറിവുണ്ടാവും. നമ്മുടെ ഒരു
എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹു തആല നമുക്ക് നൽകും. ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചുമുള്ള അറിവ്, ആ അറിവിലുള്ള നമ്മുടെ അറിവിനെ അധികമാക്കി അല്ലാഹു തആല നമുക്ക് നൽകും. അതിന് വിശാലത നൽകും അല്ലാഹു തആല. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിക്ർ പതിവാക്കുന്നവനെ തൊട്ട് വഅല്ലക അൻഹു ബാബൻ ഫിൽ ഫഖർ, ദാരിദ്ര്യത്തിന്റെ വാതിൽ അവനെ തൊട്ട് അല്ലാഹു തആല അങ്ങ് അടച്ചു കളയും. മാഷാ അല്ലാഹ്. ഈ 21 തവണ ഈ ചെറിയ ഇസ്മിനെ പതിവാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളൊക്കെ അവനെ തൊട്ട് അല്ലാഹു തആല അങ്ങ് അടച്ചു കളയും. പിന്നെ അവന്റെ ജീവിതത്തിൽ അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഒന്നാമത് ലഭിക്കുന്ന നേട്ടം നമ്മുടെ റിസ്കിൽ വിശാലത ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യത്തിന്റെ, സമ്പത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു തരും. നമ്മുടെ അറിവിൽ അല്ലാഹു തആല വിശാലത നൽകും. നമുക്ക് ദാരിദ്ര്യം വരുന്ന മേഖലകൾ എന്തെല്ലാം ഉണ്ടോ ആ മേഖലകളിലുള്ള വാതിലുകളൊക്കെ അല്ലാഹു തആല അടച്ചു കളയും. അതിനുള്ള സാധ്യതകളൊക്കെ അല്ലാഹു തആല നമ്മെ തൊട്ട് നീക്കിക്കളയും. ഇത്രയും ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നു. ഇനി അഞ്ചാമത്തത് വബാറക ലഹു ഫീഹി വഫീ അഹ്ലിഹി വഫീ ഔലാദിഹി, അല്ലാഹു തആല അവനിൽ ബറക്കത്ത് നൽകും. അവന്റെ മക്കളിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും. അവന്റെ കുടുംബത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും. അവന്റെ മക്കളെ അല്ലാഹു തആല നല്ലവരാക്കും. അവന്റെ ഭാര്യ സന്താനങ്ങളെ, അവന്റെ കുടുംബക്കാരെ, അവനുമായി ബന്ധപ്പെട്ട അഹ്ലുകാരെല്ലാം ഉണ്ടോ അവരെയൊക്കെ അല്ലാഹു തആല, അവരിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നൽകുമെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ അല്ലാഹു തആല നല്ലവരാക്കി തീർക്കും, നല്ല ഖൈറിന്റെ അഹ്ലുകാരാക്കി മാറ്റും. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്നാക്കി തരും, നമ്മെ അല്ലാഹു തആല നന്നാക്കി തരും, നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു തആല നന്നാക്കി തരും ഈ ഇസ്മ പതിവാക്കുന്നതിലൂടെ. അപ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം ലഭിക്കാൻ ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ മതി. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വസഅലഹു ഫിൽ ഖബർ, ഖബറിൽ അല്ലാഹു തആല അവനിക്ക് വിശാലത നൽകും. ഖബറിൽ അല്ലാഹു തആല അവനിക്ക് വിശാലത നൽകുമെന്ന് പറഞ്ഞാൽ ഖബറിൽ അല്ലാഹു തആല അവനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുക്കും. മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് അവനിക്ക് മറുപടി പറയാൻ കഴിയും. ഖബറിലുള്ളതായിരിക്കുന്ന അസാബിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കും. റഹ്മത്തിന്റെ മലക്കുകളുടെ തിരുനോട്ടം അവന്റെ ഖബറിലുണ്ടാകും. എല്ലാ സമയത്തും സ്വർഗത്തിൽ നിന്നുള്ള ആനന്ദം, അനുഭൂതികൾ അവനിക്ക് ആസ്വദിക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഖബറിൽ അല്ലാഹു തആല അവനിക്ക് വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ. ഇനി ഖബറിലെ വിശാലത അവനിക്ക് ലഭിച്ചു. ഇനി ആഖിറമാണ് അവനിക്ക് ലക്ഷ്യം. അവസാനത്തെ അവന്റെ ലക്ഷ്യം ആഖിറത്തിലുള്ള വിജയമാണ്. ഈ ചെറിയ ഇസ്മിനെ പതിവാക്കുന്ന ആളുകൾക്ക് നവ്വറല്ലാഹു വജ്ഹഹു ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഖിയാമത്ത് നാളിൽ അവന്റെ മുഖം പ്രകാശിക്കും. എല്ലാവരും വിയർത്തൊലിച്ച് ഓരോരുത്തരുടെ തെറ്റിന്റെ കാഠിന്യത്തിനനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഈ ദിക്റിനെ പതിവാക്കിയാൽ, ഈ ഇസ്മിനെ പതിവാക്കിയാൽ. അപ്പോൾ ഇത്രയും മഹത്വമുള്ള അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ആ ചെറിയ ഇസ്മ എന്ന് പറയുന്നത് അൽ ബാസിത്ത് എന്നുള്ള ഇസ്മാണ്. അൽ ബാസിത്ത്, വിശാലത നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് 21 തവണ നമുക്കെല്ലാ നിസ്കാരത്തിന്റെ ശേഷവും വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. ഇങ്ങനെ 21 തവണ നിസ്കാരത്തിൽ അദ്കാറുകളും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നിട്ട് നാം ചൊല്ലുക.
എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും. അതിനുള്ള സമയം നാം കണ്ടെത്തണം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു 2 മിനിറ്റല്ലേ നമുക്ക് ഈ 21 തവണ ചൊല്ലാൻ വേണ്ടി നമുക്ക് ആവശ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ സമയം നാം കണ്ടെത്തുക. പ്രിയപ്പെട്ട ഉപ്പമാര് പള്ളിയിൽ വരുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ഇത് ചൊല്ലുക. ഉമ്മമാരാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര കുപ്പായമൊക്കെ ഊരി വെക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നിട്ട് ഈ ദിക്റ് കൂടെ അങ്ങ് ചൊല്ലിയിട്ട് ഈ ഇസ്മു കൂടെ അങ്ങ് 21 തവണ ചൊല്ലിയതിനു ശേഷം എഴുന്നേറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള സമയം നാം കണ്ടെത്തണം. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ 7 അനുഗ്രഹങ്ങളാണ് പറഞ്ഞത്. ഇനി മുത്തുനബിയുടെ സ്വലാത്ത്, അത് നമുക്ക് അതിൻ്റെ മഹത്വം പറയേണ്ടതില്ല. എല്ലാത്തിനും പരിഹാരമാണ് മുത്തുനബിയുടെ സ്വലാത്ത് എന്ന് നമുക്കറിയാം. അപ്പോൾ അള്ളാഹുവിന്റെ ഈ മഹത്തായ ബാസിത്ത് എന്ന ഇസ്മിനോട് കൂടെ മുത്തുനബിയുടെ സ്വലാത്ത് കൂടി ചൊല്ലിയാലോ? അങ്ങനെയുള്ള ഒരു സ്വലാത്ത് കൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ സ്വലാത്ത് കൂടി ചേർത്ത് ഈ യാ ബാസിത്തു എന്നുള്ള ഇസ്മിനെ നാം ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം എത്രയായിരിക്കും? സ്ക്രീനിൽ കാണുന്ന ആ സ്വലാത്തും ഈ ഇസ്മും കൂടെ ചേർന്ന സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. സല്ലി വസല്ലിം വബാരിക് യാ ബാസിത് അലാ മൻ ഖഫഹു ബിൽ ജൂദി ബാസിത്. സല്ലി വസല്ലിം വബാരിക് യാ ബാസിത് അലാ മൻ ഖഫഹു ബിൽ ജൂദി ബാസിത്. സല്ലി വസല്ലിം വബാരിക് യാ ബാസിത് അലാ മൻ ഖഫഹു ബിൽ ജൂദി ബാസിത്. ഇങ്ങനെ സ്വലാത്തും കൂടി ചേർത്ത് ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഏതായാലും നിങ്ങൾക്ക് കഴിയുന്ന ആ രൂപത്തിൽ നിങ്ങൾ ഈ ദിക്റിനെ ചൊല്ലണം. 21 തവണ ചൊല്ലണം. ഈ സ്വലാത്ത് ചേർത്തിയിട്ടും ചൊല്ലാം. ഈ സ്വലാത്ത് ചേർത്തിയിട്ട് ചൊല്ലാൻ സമയം ഇല്ലാത്ത ആളുകൾ, ഈ സമയം എത്തിക്കാൻ കഴിയാത്ത ആളുകൾ യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്നെങ്കിലും 21 തവണ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.